വിമാനങ്ങൾ റൺവേയിൽ അതീവ വേഗത്തിൽ വന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വൻ ആഘാതങ്ങളെയും ഘർഷണത്തെയും പ്രതിരോധിക്കാൻ കെൽപ്പുള്ള കൂറ്റൻ ടയറുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലളിതമായ ഒരു കറുത്ത റബ്ബർ വളയമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ വളരെ സങ്കീർണവും കൃത്യതയാർന്നതുമായ ഒരു വ്യവസായ പ്രക്രിയ തന്നെയുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ഉഷ്ണമേഖലാ വനങ്ങളിലെ റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന സ്വാഭാവിക റബ്ബറും പെട്രോകെമിക്കൽ പ്ലാന്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കൃത്രിമ പോളിമറുകളും ഒത്തുചേരുന്നതോടെയാണ് ഈ നിർമ്മാണ പ്രക്രിയ ആരംഭിക്കുന്നത്. വാഹനങ്ങളുടെ സാധാരണ ടയറുകളിൽ നിന്ന് വ്യത്യസ്തമായി വിമാന ടയറുകൾക്ക് താങ്ങേണ്ടിവരുന്ന ഭാരവും സമ്മർദ്ദവും വളരെ കൂടുതലായതിനാൽ ഇതിന്റെ നിർമ്മാണത്തിന് മാസങ്ങൾ നീളുന്ന കടുത്ത ഗുണനിലവാര പരിശോധനകളും പരീക്ഷണങ്ങളും ആവശ്യമായി വരാറുണ്ട്. റബ്ബർ മരങ്ങളുടെ പുറംതൊലിയിൽ ചെറിയ കീറലുകളുണ്ടാക്കി അതിൽ നിന്നും പതുക്കെ ഇറ്റുവീഴുന്ന പാൽ പോലുള്ള ദ്രാവകം ശേഖരിക്കുന്നതാണ് ഇതിന്റെ ആദ്യഘട്ടം. ഒരു വലിയ വിമാന ടയർ നിർമ്മിക്കാൻ ആയിരക്കണക്കിന് മരങ്ങളിൽ നിന്നുള്ള റബ്ബർ പാൽ ആവശ്യമായി വരുന്നുണ്ട്. വീഡിയോയിൽ വ്യക്തമാക്കുന്നത് പോലെ ഇങ്ങനെ ശേഖരിക്കുന്ന റബ്ബർ പാൽ കേടുവരാതെ സൂക്ഷിക്കുകയും പിന്നീട് അത് പ്രത്യേക ഷീറ്റുകളാക്കി മാറ്റി ശക്തമായ വലിവുബലവും ഇലാസ്തികതയുമുള്ള സ്വാഭാവിക റബ്ബറാക്കി മാറ്റുകയും ചെയ്യുന്നു. കഠിനമായ താപനില വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്ന കൃത്രിമ റബ്ബറും ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. സ്വാഭാവികമായി വെളുത്ത നിറമുള്ള റബ്ബറിന് കറുത്ത നിറവും കൂടുതൽ കരുത്തും നൽകാനായി കാർബൺ ബ്ലാക്ക് വലിയ അളവിൽ ചേർത്താണ് മിശ്രിതം തയ്യാറാക്കുന്നത്. ഈ മിശ്രിതം വൻ യന്ത്രങ്ങളുടെ സഹായത്തോടെ ശക്തമായി കൂട്ടിക്കലർത്തി പാകപ്പെടുത്തിയെടുക്കുന്നു. അടുത്ത ഘട്ടത്തിൽ ടയറിന് ആവശ്യമായ അസ്ഥിപഞ്ജരം അഥവാ ഉൾക്കരുത്ത് നൽകുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ഇതിനായി ഭാരം കുറഞ്ഞതും എന്നാൽ അതീവ കരുത്തുള്ളതുമായ നൈലോൺ അല്ലെങ്കിൽ അരാമിഡ് നാരുകൾ കൊണ്ടുള്ള തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നു. ഈ നാരുകളിലേക്ക് ചൂടാക്കിയ റബ്ബർ അമർത്തിച്ചേർത്ത് ശക്തമായ പാളികൾ രൂപപ്പെടുത്തുന്നു. സാധാരണ കാർ ടയറുകളിൽ റേഡിയൽ ഘടനയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിമാന ടയറുകളിൽ ഒന്നിലധികം പാളികൾ വ്യത്യസ്ത കോണുകളിൽ ചരിഞ്ഞ രീതിയിൽ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കിവെക്കുന്ന ബയാസ്പ്ലൈ രീതിയാണ് സ്വീകരിക്കുന്നത്. ഇതോടൊപ്പം ടയറിനെ വീലിന്റെ റിമ്മുമായി ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന ശക്തമായ ഉരുക്ക് കമ്പികളുടെ കൂട്ടവും റബ്ബറിൽ പൊതിഞ്ഞ് പ്രത്യേകം തയ്യാറാക്കുന്നത് കാണാം. ഇങ്ങനെ തയ്യാറാക്കിയ വിവിധ പാളികളും ഉരുക്ക് വളയങ്ങളും ടയർ ബിൽഡിംഗ് മെഷീൻ എന്ന പ്രത്യേക യന്ത്രത്തിലേക്ക് മാറ്റുന്നു. ഇവിടെ വെച്ചാണ് ടയറിന്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായ അളവിലും സ്ഥാനത്തിലും ഒന്നിച്ചു ചേർക്കുന്നത്. വിമാനത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് 12 മുതൽ 20 വരെ പാളികൾ ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി ഉറപ്പിക്കാറുണ്ട്. എല്ലാ ഭാഗങ്ങളും ചേർത്തുവെച്ച ശേഷം യന്ത്രത്തിലെ ഒരു പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് ഇതിനെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വികസിപ്പിച്ച് ഒരു വലിയ സിലിണ്ടർ രൂപത്തിലേക്ക് മാറ്റുന്നു. ഈ ഘട്ടത്തിൽ ടയറിന്റെ ഘടന പൂർണ്ണമാകുമെങ്കിലും റബ്ബർ ഇപ്പോഴും മൃദുവായിരിക്കും. ഈ അവസ്ഥയിലുള്ള ടയറിനെ ഗ്രീൻ ടയർ എന്നാണ് വിളിക്കുന്നത്. മൃദുവായ ഈ ഘടനയെ കഠിനവും ശക്തവുമാക്കാൻ വൾക്കനൈസേഷൻ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. ഇതിനായി ഭീമാകാരമായ സ്റ്റീലച്ചുകളിലേക്ക് ഈ ടയറുകൾ മാറ്റുകയും ഉയർന്ന താപനിലയിലും വലിയ മർദ്ദത്തിലും ചൂടാക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ടയറിന്റെ പുറംഭാഗത്തുള്ള വരകളും ചാലുകളും രൂപപ്പെടുന്നത്. ഉയർന്ന ചൂടിൽ റബ്ബറിലെ തന്മാത്രകൾ തമ്മിൽ ശക്തമായ രാസബന്ധനം ഉണ്ടാകുകയും ടയറിന് സ്ഥിരമായ ഇലാസ്തികതയും കഠിനമായ ഭാരം താങ്ങാനുള്ള ശേഷിയും കൈവരികയും ചെയ്യുന്നു. അച്ചിൽ നിന്നും പുറത്തെടുക്കുന്ന ടയറുകൾ പിന്നീട് കൃത്യമായി തണുപ്പിച്ചെടുക്കുന്നു. നിർമ്മാണം പൂർത്തിയായ ഉടൻ തന്നെ ഇവ ഉപയോഗിക്കാൻ കഴിയില്ല. അടുത്തതായി അതികഠിനമായ പരിശോധനകളുടെ പരമ്പരയാണ് ടയറുകളെ കാത്തിരിക്കുന്നത്. ലേസർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ടയറിന്റെ അളവുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നു. തുടർന്ന് എക്സ്റേ പരിശോധനയിലൂടെ ടയറിന്റെ ഉള്ളിലെ പാളികൾക്ക് എന്തെങ്കിലും തകരാറുകളോ വിടവുകളോ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നു. കടുത്ത മർദ്ദവും ഭാരവും താങ്ങാനുള്ള ശേഷി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ഇവയ്ക്ക് അനുമതിപത്രം ലഭിക്കുന്നത്. അവസാന ഘട്ടത്തിൽ ഈ ടയറുകൾ വിമാനത്തിന്റെ വീലുകളിലേക്ക് ഘടിപ്പിക്കുന്നു. സുരക്ഷിതമായി ഘടിപ്പിക്കാൻ സാധിക്കുന്ന പ്രത്യേക 2 ഭാഗങ്ങളുള്ള വീലുകളാണ് വിമാനങ്ങൾക്കുള്ളത്. വീലിലേക്ക് ഉറപ്പിച്ച ശേഷം ടയറുകളിൽ സാധാരണ വായുവിനു പകരം തീർത്തും വരണ്ട നൈട്രജൻ വാതകമാണ് നിറയ്ക്കുന്നത്. നൈട്രജൻ വാതകം താപനില വ്യതിയാനങ്ങൾക്കനുസരിച്ച് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകാത്തതിനാലും വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ബ്രേക്കുകളിൽ ഉണ്ടാകുന്ന അമിതമായ ചൂടിൽ തീപിടിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനാലുമാണ് ഇത് ഉപയോഗിക്കുന്നത്. കൃത്യമായ മർദ്ദത്തിൽ നൈട്രജൻ നിറച്ച ശേഷം വീലുകളുടെ ബാലൻസിംഗ് കൂടി പൂർത്തിയാക്കുന്നതോടെ വിമാന ടയറുകൾ റൺവേയിലെ അഗ്നിപരീക്ഷകളെ നേരിടാൻ സജ്ജമാകുന്നു. പ്രകൃതിയിലെ റബ്ബർ പാലിൽ തുടങ്ങി ആധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ജനിക്കുന്ന ഈ ഭീമൻ ടയറുകൾ ഓരോ വിമാനയാത്രയുടെയും സുരക്ഷിതത്വം നിശബ്ദമായി കാത്തുസൂക്ഷിക്കുന്നു.